വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ പ്രതിഷേധത്തിൽ സംഘർഷം. 2 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഇതുവരെ 118 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. കനത്ത ജാഗ്രതയിലാണ് മുർഷിദാബാദ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഇന്നലെയുണ്ടായ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. അക്രമികൾ വീട്ടിൽ കയറി അച്ഛനെയും മകനെയും കൊലപ്പെടുത്തി. മേഖലയിൽ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു. സംഘർഷം രൂക്ഷമായതോടെ മുർഷിദാബാദ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 118 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിംതിത, ഷംഷേർഗഞ്ച്, ജംഗീപൂർ, ജാഫ്രാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ BSFനെയും വിന്യസിച്ചു. അതിനിടയിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയ ഹർജിയിൽ പ്രത്യേക ബെഞ്ചിന്റേതാണ് വിധി. സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രദേശവാസികളോട് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും മമതാ ബാനർജി ആവർത്തിച്ചു. 24 ഡൽഹി.